അപ്പം ഇനി അടിസീൻ. നടക്കൂടെ? ഞങ്ങളുടെ കോട്ടയ്ക്കുള്ളിൽ കടന്നു വന്നിട്ട് ഒരു തരി മണ്ണ് സ്വന്തമാക്കാന്നുള്ള ചിന്ത പോലും ഈ സ്കൂളിൽ ആർക്കും ഉണ്ടായിട്ടില്ല. ഇത്രയും വർഷം എന്നിട്ട് താനും തണലുമായ എന്നോട് സ്വന്തം ഡസ്റ്റ് ആടാ നീട്ട് അടിച്ചോണ്ട് പോയത്. തണലേ ഏട്ടോ അടിച്ചു കൊല്ലാമാരെ. നമ്മുടെ ഡെസ്ക് തൊടാൻ മുതിർന്ന കൈകൾ നമ്മളങ്ങ് എടുക്കുക. എന്നാ വാടാ വന്നേട്. ആരെങ്കിലൊക്കെ അടിയടി. ഈ ഇന്റർവെൽ തീരാറായി. നമുക്ക് ഈ സ്പേസ് പോരാ. വൈകിട്ട് ട്യൂഷൻ ബിസിയാണ്. നാളെ വെള്ളി ഉച്ചയ്ക്ക് 1/2 മണിക്കൂർ എക്സ്ട്രാ കിട്ടും. ക്രിക്കറ്റ് വലിയ ഗ്രൗണ്ടിൽ കളിക്കാം. ജയിക്കുന്നവർക്ക് അതായത് നമുക്ക് ഡെസ്ക് ഒപ്പം ബസ് വണ്ടി. ക്രിക്കറ്റ് കളിക്കാനാ? ഡീൽ ഓർ നോ ഡീൽ? എന്തിയൂടെ? ഓക്കെ പറയടാ, നമുക്ക് നോക്കാം. പറയല്ലേ? ഓ പറ. ഓക്കെ, ഡീൽ. ഓക്കെ. അപ്പൊ ഓപ്പണിംഗ് അനൂപ് ശ്രീകുട്ടനാണെങ്കിൽ അത് വേണ്ട, നീ 3ാമത് ഇറങ്ങിയാൽ മതി. ജാമ്പോ 2ാമത് ഇറങ്ങട്ടെ. കളിക്കോളെ. പിന്നെ പ്ലാവട്ട് ടൂർണമെന്റ് അവൻ 6 അടിച്ചോ ഞാൻ കണ്ടേയില്ലേ? കാണാതെ പോണേന് മുമ്പാ ശേഷം? മുമ്പ് എന്ത് ഒരു 6 അടിച്ചെന്ന് പറഞ്ഞ് നീ എഴുത്. എടാ ശരത്തെ, എന്നെ കൂടെ കളിക്കാൻ കൂട്ടോടാ. അതിന് കേട്ടെടുത്ത് മനസ്സിലല്ലടാ. പറ്റൂലടാ, നിന്നെ കൊണ്ട് പറ്റൂല. എടേ അവൻ കളിക്കട്ടെ. നിനക്ക് പ്രാന്താ? എടേ അതല്ലെന്ന്, മറ്റവന്മാരുടെ കിടിലൻ ടീമാ. നമുക്ക് നല്ല ചാൻസ് ഉണ്ട്. അത്ര മതി നമുക്ക് തോക്കാൻ. അതെ, അഥവാ അവനുണ്ടെങ്കിൽ നമ്മൾ തോറ്റ നൈസായിട്ട് അവന്റെ മണ്ടച്ചാര. ജയിക്കുവാണ് ക്രെഡിറ്റ് നമുക്ക് കൊടുക്കാം. പൊളി. എന്റെ മോനെ. ഡേയ്, ഉച്ചയ്ക്ക് ഉണ്ണാൻ നിൽക്കണ്ട, ഗ്രൗണ്ടിൽ വാ കളിക്കാം. ശരി. അടിച്ച് പരത്തി നമ്മത്തി കേടാ. അതെങ്കപ്പാ അമ്മേ ശരണം, ദേവി ശരണം. കേവലം ഒരു ഡെസ്കിന് വേണ്ടി നടത്തുന്ന പിറ പോരാട്ടമല്ല ഇത്, യുദ്ധം. ഈ യുദ്ധം കാണാൻ വന്ന എല്ലാവരും എന്നെ കൈയടിച്ച് അനുകരിക്കണേ, ആശീർവദിക്കണേ. താങ്ക് യു വെരി മച്ച്. ഹെഡ്സ്, ടേൽസ്. അടിച്ച് പരത്തി നമ്മത്തി കേടാ. ഗ്രൗണ്ടിലേക്ക് ഇവരോ കില്ലാടികൾ. ഡേഞ്ചർ ബോയ്സ് 7Cക്ക് വേണ്ടി ആദ്യം ഓവർ എറിയുന്നത് അനൂപാണ്. ഇതാ ആദ്യ ബോൾ തന്നെ ബൗണ്ടറി അടിച്ച് പുറത്തിരിക്കുകയാണ് നമ്മുടെ മൂത്ത ഭസ്മം.
കളിച്ചാൽ കൂവിയലറി ചൊറിഞ്ഞാൽ പന്ത് കിട്ടി ഇളിച്ചാൽ ജീവൻ മാത്രം ബാക്കി വെച്ചത്. വന്നാലും ഒരു ദയവുമില്ലാതെ അറഞ്ചും പുറഞ്ചും അടിച്ചു പറത്തുകയാണ് ഭസ്മങ്ങൾ. അനൂപ് ഭസ്മത്തിന്റെ കുറ്റി തെറിപ്പിച്ചിരിക്കുകയാണ്. ആടിലും സംക്രാന്തിക്കും വിക്കറ്റ് ഇടുന്ന 7Cക്ക് ഇത് ആഘോഷ നിമിഷങ്ങൾ. കളി ജയിച്ചു എന്ന് കരുതിയിട്ടാണോ ഈ ആഘോഷമെന്ന് സംശയിക്കേണ്ടതിരിക്കുന്നു. 48 റൺസും ഒരു വിക്കറ്റുമായി ഭസ്മ ടീം മുന്നേറുന്നു. ക്രിക്കറ്റിന് പകരം ഗുണന പട്ടിക വല്ലതും വെച്ചായിരുന്നു മത്സരമെങ്കിൽ വിജയം ഭസ്മങ്ങൾക്ക് മറക്കാമായിരുന്നു. അമ്പാടി ഒറ്റയ്ക്ക് ഇത് ജയിപ്പിച്ചേനെ. അടിയോടടി ഭസ്മം അടിച്ചാൽ താങ്ങാൻ മാട്ടേ. 4 മാസം തൂങ്ങാൻ മാട്ടേ. മോദി പാറ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്. അയ്യോ ഒന്നും പറ്റിയില്ല. തന്നെ വീണാലും 81 റൺസാണ് സുഹൃത്തുക്കളെ ഡേഞ്ചർ ബോയ് 7Cക്ക് വേണ്ടത്. അതിനെക്കാട്ടി നല്ല ഡെസ്ക് തിരിച്ചു കൊടുക്കുന്നതായിരുന്നു ഭസ്മം കീ മനസ്സേ കൊലക്കളം. ഗൂഢലക്ഷ്യങ്ങളുടെ കോടമഞ്ഞ് തള്ളി മാറ്റി വിജയ കവാടത്തിലേക്ക് ശ്രീകുട്ടൻ നടന്നെടുക്കുന്നു. അവിടത്തെ തറയ്ക്ക് ഉറപ്പുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുകയാണോ ശ്രീകുട്ടൻ? കൊടുങ്കാറ്റിന് മുമ്പുള്ള പവർ കട്ടാണ് സുഹൃത്തുക്കളെ. പവീഷ് വാടാ. ആഞ്ഞു വീശും. ശ്രീകുട്ടന്റെ ബാറ്റിൽ നിന്നും ഒരു സിക്സ് പറഞ്ഞിരിക്കുകയാണ്. Oh my goodness! എന്താണ് നമ്മളിവിടെ കാണുന്നത്? ബൗണ്ടറിയിൽ ബാറ്റ്, കീപ്പറിന്റെ കയ്യിൽ ബോൾ, ശ്രീകുട്ടന്റെ ഫോൾ. ഔട്ട്! ക്യാരിപ്പാടാ ഫുൾ. സുഹൃത്തുക്കളെ, ബാറ്റ് അല്ല ബോളാണ് സിക്സ് അടിക്കേണ്ടതെന്ന് അദ്ദേഹത്തോട് ആരെങ്കിലും പറഞ്ഞോട്. അടുത്ത ഊഴം ജാംബവാൻ. ഫസ്റ്റ് ബോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് ജാംബവാൻ. പുള്ളിക്ക് ബോളറിനെ തീരെ ഇഷ്ടപ്പെട്ടില്ലെന്നാണ് തോന്നുന്നത്. ചിരഞ്ജീവിയായ ജാംബവാനും ബാറ്റ് അവിടെ വെച്ചിട്ട് രാശനം പറഞ്ഞിട്ട് ആർക്കും കൊടുക്കരുത്. അഭിമാനം ടൈറ്റാനിക് കേറിപ്പോയി അപമാനം അറ്റ്ലാന്റിക് കടലായി അയ്യയ്യേ നാണക്കേടായി. വലിയ ശല്യമൊന്നുമില്ലാതെ ശരത്ത് ഔട്ടായിരിക്കും. അപ്പോഴും നെടും തൂണായ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്ന് ഒക്കണ പോലെ മുക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ അനൂപ്. തോൽവി ഉറപ്പിച്ച സ്ഥിതിക്ക് ആ ഡെസ്ക് എടുത്ത് പുറത്തിടാൻ വേണ്ടി 7Cയിലുള്ള ആരെങ്കിലും തയ്യാറാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. തോൽവി എന്നത് ഭസ്മങ്ങൾക്ക് ദുബായ് പോലാണ്. അതവർ കണ്ടിട്ടില്ല. കൊള്ളടേ കൊള്ള. നീ ആളും അപ്പനല്ലേ? ഡേ ഇറങ്ങ. ഓവറിന്റെ ലാസ്റ്റ് ബോളിൽ സിംഗിൾ എടുത്ത് അനൂപിന്റെ ബുദ്ധിപരമായ നീക്കം. പക്ഷേ അമ്പാടി അവിടുന്ന്
ഓടാൻ പറഞ്ഞപ്പോ അടിക്കൂന്ന് പേടിച്ച് വിട്ടുപോയാണോ സുഹൃത്തുക്കളെ? വിട്ടുകളാ. പട്ടിപ്പുല്ല് തിന്നയില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കില്ല. I'm very clear about it. This is wrong. അമ്പാടി, ബാള് വരുമ്പോ ബാറ്റ് എടുത്ത് വീശണം. ബുക്ക് എടുത്ത് എഴുതാൻ പാടി. നിൽക്കുമ്പോ തോറ്റാ മതിയായിരുന്നു. ഒന്നും ചെയ്യണ്ട, സിംഗിൾ എടുത്താൽ മതി, ഞാൻ നോക്കിക്കോളാം. അയ്യേ, ഇത് അബദ്ധം. ടിവിയിൽ മാത്രം കണ്ടിട്ടുള്ള എന്തോ ഒരു പരിപാടി കാണിച്ചിരിക്കുകയാണ് അമ്പാടി. ഞാൻ പോയി പെടുത്തിട്ട് വരാം. പെടുത്തിട്ട് നീ ഇങ്ങോട്ട് തന്നെ വരണം. ഓ, അല്ലാതെ ഒളിച്ചോടാനൊന്നും പറ്റൂല. വീണ്ടും രണ്ടാം ഭസ്മത്തിന്റെ രണ്ടാം തീ ഉണ്ടാവും. എന്റെ പൊന്നോ, എന്തിനാ നടന്ന നീ പഠിക്കാൻ പോകില്ലേ? ഇപ്പൊ അത്യാവശ്യമില്ല. മാഡം, പള്ളിയിലെ ചിത്രരോഗികൾ അത് ഭസ്മങ്ങളല്ലേ? അമ്പാടിയാണ് അല്ലേ മന്നെ? 18ാമത്തെ അടവുകളാണ് ഭസ്മങ്ങൾ എടുക്കുന്നത്. പൊടിപ്പരത്തുക എന്നതാണ് ഉദ്ദേശം. അമ്പാടി ശ്രീകുട്ടന്റെ അടുത്ത് പോയത് 2 കാര്യത്തിനാണ്. എന്താണ് ആ രണ്ടാമത്തെ കാര്യം? അതവിടെ നിന്നുണ്ട്. ഇനി ജയിക്കാൻ വെറും 5 റൺസ് മാത്രം. എല്ലാ കണ്ണുകളും അനൂപിന്റെ ബാറ്റിൻ തുമ്പിലേക്ക്.
എന്തൊക്കെയോ ഒത്തില്ല കയ്യോ കൈ കോട്ടല്ലേ കണ്ടത്തിൽ വിത്തെല്ലാം കൂട്ടമല്ലേ ഒച്ചപ്പാടില്ലാതെ ഒച്ചായി പോന്നോരോന്നും പോങ്ങന്മാർക്കാണെങ്കിൽ വയ്യോ മോങ്ങാനും എന്താ സാറേ ഇവിടെ നിനക്കൊന്നും മനസ്സിലാവത്തില്ലല്ലോ പോടാ. ഇവന്മാരെ കൊണ്ട് ഫുള്ള് പ്രശ്നമാ സാറേ. തല്ലുപിടുത്തോ സ്കൂൾ അടച്ച് ത്രികോണം വരപ്പോ